ഈ രാജ്യ ആവശ്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരണം നടത്തുന്നു. ഞാൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി ശക്തമായ സമയമെടുത്ത് ആവശ്യമായ സമയമെടുത്ത് സമചിത്തതയോടെ നേരത്തെ പറഞ്ഞു. ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. നേരത്തെ പറഞ്ഞ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ അവരെല്ലാവരുമായിട്ട് ആലോചിച്ചെടുത്ത യുനാനിമസ് ഡിസിഷനാണ് ഞാനിവിടെ അറിയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് പീരുമായിട്ടുണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പീരുമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? പാലക്കാട്ടെ സാഹചര്യം ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങളെ ഉപദേശിക്കുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പേര് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് അത് ഉപദേശിക്കാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല. മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അത് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളുടെ മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണമെന്ന വ്യക്തമായ നിലപാടുള്ള പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ആവശ്യമായ ആലോചനകൾ നടത്തി തികഞ്ഞ അഭിപ്രായ ഐക്യത്തോടെ യുനാനിമസ് 100% ഐക്യത്തോടെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് KPCC പ്രസിഡന്റ് അറിയിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സസ്പെൻഷൻ പറഞ്ഞു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്റെ നടപടിക്രമങ്ങൾ KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം തിരിച്ചു മാറ്റുന്നു. ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സമയത്ത് ആ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പറയുന്നത്. KPCC അധ്യക്ഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനമാണ് നമ്മൾ കേട്ടത്. അക്കമിട്ട് പറഞ്ഞാൽ, ഒന്ന്, രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 2, ഈ തീരുമാനം മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചെടുത്തതാണ്. 3, CPM-നോ രാജ്യം ഭരിക്കുന്ന CPM-നോ രാജ്യം ഭരിക്കുന്ന BJP-ക്കോ കേരളം ഭരിക്കുന്ന CPM-നോ കോൺഗ്രസിനെ എതിരെ വിരൽ ചൂണ്ടാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയുന്നത്. പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി KPCC അധ്യക്ഷൻ നൽകിയിട്ടില്ല. അതോടൊപ്പം അറിയേണ്ട കാര്യം, ഇതിൽ KPCC-യുടെ കോൺഗ്രസിന്റെ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. അതിന് മറുപടി പറയാൻ സണ്ണി ജോസഫ് തയ്യാറായിട്ടില്ല. പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടില്ല. പക്ഷേ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് ഗൗരവതരമാണ്. അതുകൊണ്ട് പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത്. മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ അധ്യക്ഷൻ തയ്യാറായിട്ടില്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പറയാൻ വന്ന കാര്യം പറഞ്ഞു പോയി. അല്ലാതെ പരാതി ലഭിച്ചിരുന്നോ, മുൻപ് പരാതി ഏതെങ്കിലും നേതാക്കളോട് പറഞ്ഞിരുന്നോ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസ് ഒരു അന്വേഷണം നടത്തുമോ, രാജി എന്ന തീരുമാനത്തിൽ നിന്ന് സസ്പെൻഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയാൻ KPCC അധ്യക്ഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം ഉമാ തോമസ് MLA കോൺഗ്രസിന്റെ ഏക MLA ആണ് നിയമസഭയിൽ. അവർ നേരിടുന്ന സൈബർ അധിക്ഷേപങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ KPCC അധ്യക്ഷൻ തയ്യാറായിട്ടില്ല. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളോട് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നാണോ KPCC അധ്യക്ഷന്റെ മറുപടി? കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും തന്നെ പറയാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. അതായത് രാഹുലിന് രാജി എന്ന ആവശ്യം ഉന്നയിക്കുന്നതിൽ ഒരു യുക്തിയില്ല എന്നൊരു നിലപാടിലേക്ക് KPCC അധ്യക്ഷൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, ഒരു പരാതിയുമില്ല എന്ന് മാത്രമല്ല ഒരു കേസുമില്ല. പാർട്ടിക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, പാർട്ടിക്ക് ഇന്നേ വരെ ഒരു പരാതി രാഹുലിനെതിരെ ലഭിച്ചിട്ടില്ല എന്ന്
KPCC അധ്യക്ഷൻ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല, രാജി എന്ന ആവശ്യം യുക്തിപരമല്ല എന്നുകൂടി KPCC പ്രസിഡന്റ് പറയുകയാണ്. അതിനപ്പുറത്തേക്ക് ഉള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല. അതായത് പരാതി കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരു തെളിവുമില്ല എങ്കിൽ എന്തിന് രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു? ആ ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടിയില്ല. അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യം, സ്ത്രീകളുടെ മാനം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം കാട്ടിയത് മാതൃകയാണ് എന്നതാണ് KPCC അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ മാതൃക കാട്ടി എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം രാജിവെക്കാത്തത് എന്താണ്, MLA സ്ഥാനം എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യത്തിന് യാതൊരു പരാതിയുമില്ല, നിലവിലൊരു കേസുമില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കവുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് KPCC പ്രസിഡന്റ് ഈ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉയരുന്നു, ചില തെളിവുകളടക്കം പുറത്തേക്ക് വരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും തന്നെ അദ്ദേഹം പറയാൻ തയ്യാറായില്ല. നിലവിലെ സാഹചര്യത്തിൽ സസ്പെൻഷൻ നടപടിയെടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് എല്ലാ നേതാക്കളുടെയും ഒരു തീരുമാനമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നു, പാർട്ടിയിലെ എല്ലാ നേതാക്കളുമായി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്, അതായത് രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്നത്. അതിൽ പാർട്ടി നേതാക്കൾക്ക് ആത്മാഭിമാനം സംരക്ഷിക്കണം, അതിനുവേണ്ടി എടുത്ത തീരുമാനമെന്ന് പറഞ്ഞാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുന്നത്. അപ്പോൾ പാലക്കാട്ടെ സ്ത്രീകൾ എന്ത് വിശ്വസിച്ച് സ്വന്തം MLA-യുടെ ഒരു പരാതി പറയാൻ ആ ഓഫീസിലേക്ക് കയറി ചെല്ലുമെന്ന് തിരിച്ചു ചോദിച്ചാൽ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അതിനൊന്നും ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്ക് വേണ്ടാത്തൊരു MLA, പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ അനുവാദമില്ലാത്ത ഒരു നേതാവ് എങ്ങനെയാണ് MLA ആയി ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. കോൺഗ്രസിന്റെ MLA ആയി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ, അയാൾക്ക് നിയമസഭാ കക്ഷി അംഗത്വം പോലും ഇല്ല എന്ന് പാർട്ടി പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അയാൾ കോൺഗ്രസിന്റെ MLA ആയി ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. അതിനൊന്നും തന്നെ ഉത്തരം പറയാൻ തയ്യാറായില്ല. KPCC അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്ന ഇത്ര മാത്രമാണ്, ഇതിനൊരു കേസുമില്ല, ഒരു പരാതിയുമില്ല, അതുകൊണ്ട് രാജി വേണ്ട, രാജി എന്ന ആവശ്യം യുക്തിപരമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ സസ്പെൻഷൻ ചെയ്ത അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടാത്ത, പാർട്ടി മാറ്റി നിർത്തുന്ന ഒരു നേതാവ്, ഒരു MLA, അയാൾ എങ്ങനെ ഒരു നാട്ടിൽ പ്രവർത്തിക്കും? അതും ഒരു പാർട്ടിയുടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരു വ്യക്തി. സ്വതന്ത്രനായി അല്ലല്ലോ മത്സരിച്ചത്, UDF അല്ലേ മത്സരിപ്പിച്ചത്, കോൺഗ്രസ് അല്ലേ രാഹുലിന് വേണ്ടി അവിടെ പണിയെടുത്തത്. ഈ പറയുന്ന നേതാക്കൾ എല്ലാവരും കൂടിയല്ലേ അവിടെയുള്ള ജനങ്ങളോട് രാഹുലിനെ പരിചയപ്പെടുത്തി അവിടെ വിജയിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ കോൺഗ്രസ് അല്ലേ അവിടെ മത്സരിച്ചത്, അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് പോയി മത്സരിക്കുകയായിരുന്നില്ലല്ലോ. ഒരു വിചിത്രമായ വാദം തന്നെയാണ് ഇതിൽ കോൺഗ്രസ് എടുക്കുന്നത് എന്ന് നമുക്ക് പരസ്യമായി തന്നെ പറയാൻ കഴിയും. കാരണം വ്യക്തമാണ്, അതായത് പാർട്ടിക്ക് വേണ്ട, പാർട്ടി സസ്പെൻഡ് ചെയ്തു, പക്ഷേ MLA തുടരാം. പിന്നെ അയാൾ എങ്ങനെ MLA തുടരും? ഒരു പാർട്ടി പിന്നെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ ആ പാർട്ടിയുടെ MLA തുടരുമെന്ന ഒരു വിചിത്ര ന്യായമാണ് ഏതായാലും KPCC അധ്യക്ഷൻ പറയുന്നത്. ആ നിലപാടാണ് പാർട്ടി എടുക്കുന്നത്. അതിനോടുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി പറയാൻ ഏതായാലും KPCC അധ്യക്ഷൻ തയ്യാറാവുന്നില്ല. ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് വളരെ പെട്ടെന്ന് പോവുകയാണ് ഉണ്ടായത്. ഏറ്റവും അപമാനകരമായി തോന്നിയത് കോൺഗ്രസിന്റെ ഏക വനിതാ MLA ഉമാ തോമസ് ഇന്ന് നേരിടുന്ന അധിക്ഷേപങ്ങളുണ്ട്. അമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയോട് അത്രയും മോശമായാണ് സൈബർ വെട്ടുകിളികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റി മാധ്യമങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് KPCC അധ്യക്ഷൻ പറയുന്നത്. കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ KPCC അധ്യക്ഷന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. അതിരൂക്ഷമായ സൈബർ ആക്രമണം ഈ ഉമാ തോമസ് MLA-ക്കെതിരെ അടക്കം നേരിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണത്തിലും ഏതായാലും KPCC അധ്യക്ഷൻ തയ്യാറല്ല. സ്ത്രീകളുടെ മാനം സംരക്ഷിക്കുന്ന നിലപാടിനൊപ്പമാണ് പാർട്ടി എന്ന് പറയുമ്പോഴാണ് ഒരു MLA-ക്ക് സൈബർ ഇടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള അധിക്ഷേപം നേരിടേണ്ടി വരുന്നത്. പക്ഷേ ആ വിഷയത്തോടൊന്നും തന്നെ പ്രതികരിക്കാൻ ഏതായാലും തയ്യാറല്ല. ഉപതെരഞ്ഞെടുപ്പ് പേടിയാണോ ഇങ്ങനെ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്
കോൺഗ്രസിനെ എത്തിച്ചതെന്ന ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ പീരുമേടും ഉണ്ടല്ലോ, അവിടെയും ഇലക്ഷൻ നടക്കേണ്ടതല്ലേ എന്ന മറുപടി മാത്രമാണ് നൽകിയത്. അല്ലെങ്കിൽ പേടിയില്ല എന്ന് പറയാൻ പോലും അതിലെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ ഫിലിക്സ്. പീരുമേട് പോയിട്ട് BJP ഇടപെടില്ലല്ലോ. പാലക്കാട് BJPയുടെ A+ മണ്ഡലമാണല്ലോ. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. പീരുമേട് ആ ഭയമില്ല കോൺഗ്രസിന്. അത് അറിയാത്ത അത്രയും രാഷ്ട്രീയം അറിയാത്ത ആരുമില്ലല്ലോ കേരളത്തിൽ. അതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളിയായി മാറും. അത് മനസ്സിലാക്കുന്നുണ്ട് കോൺഗ്രസ്. അത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് എല്ലാവരുമായി ആലോചിച്ച് ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനം എന്നതാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ വനിതാ നേതാക്കളടക്കം വ്യക്തമാക്കിയത് രാഹുൽ രാജിവെക്കണം, രാഹുൽ പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കണമെന്നതാണ്. അപ്പോൾ അവരുടെ കൂടി